ഇന്ന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ട വികസനം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നേരത്തെ ഉള്ളതിൽ നിന്ന് ആ കാലപരിധി വെട്ടിച്ചുരുക്കി ഈ രണ്ടാം ഘട്ടത്തിൻ്റെ സമയപരിധി ചുരുക്കുന്ന നിലയുണ്ടായത്. അതിൻ്റെ ഭാഗമായി നിശ്ചയിച്ചതിലും 17 വർഷം മുന്നേ 2028 തന്നെ എല്ലാ ഘട്ടങ്ങളും സംയോജിപ്പിച്ച് വിഴിഞ്ഞത്തിൻ്റെ തുടർ വികസനം പൂർത്തിയാക്കും. 2035 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും. പൂർണ്ണതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വരുമാന വിഹിതം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ വർദ്ധിക്കുമെന്നതിലും സംശയമില്ല. വിഴിഞ്ഞത്ത് ഇതുവരെ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമാണ് നടത്തി വന്നിരുന്നത്. ഇപ്പോൾ റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. തുറമുഖത്തെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ആരംഭിക്കാൻ നമുക്കാകും. ഇവിടെ ഈ തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടത്തിനായി 5500 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിയത്. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും തുറമുഖ നിർമ്മാണത്തിനായി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയിട്ടില്ല. ഇത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാന തുറമുഖമായിട്ടാണ് മാറുന്നത്. അപ്പോൾ രാജ്യത്തിനാകെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലക്കാണ് ഈ പദ്ധതിയെ നാം കാണേണ്ടത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് മാത്രമല്ല, മറ്റ് ഇപ്പോൾ പൂർത്തിയായ റോഡ് മാത്രമല്ല, മറ്റ് ചില പദ്ധതികളും പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി. അവിടെ നമ്മുടെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഗൗരവമായി നടന്നതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതുമാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളാലാണ് നീണ്ടുപോകുന്നത്. അതിവേഗം തന്നെ അതിനുള്ള അനുമതി ലഭ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതേപോലെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയും റെയിൽ കണക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായി ഇവിടെ തന്നെ 3000 ഏക്കറോളം സ്ഥലം നമ്മുടെ വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. വലിയ തോതിലുള്ള വികസനം നമ്മുടെ ഇവിടെ വരാൻ പോകുന്നു എന്നതാണ് കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ വികസനം അത് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. വിഴിഞ്ഞത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം
ഒന്ന് മാത്രമാണ്. അത് കേരളം മാറുകയാണ്, മുന്നേറുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായത്. ഇനി അങ്ങോട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന കാര്യങ്ങൾക്കും നാടിൻ്റെ താല്പര്യം മുൻനിർത്തി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.